ഹായ് ഓൾ, ഏൺസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കൊരു അവസരം തരുന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് NCRTC എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചിലരെങ്കിലും ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തിട്ടുമുണ്ടായിരിക്കും. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ഡൽഹി ഗവൺമെൻറ്റിൻ്റെയും അടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് NCRTC എന്നുള്ളത്. ഈ ഒരു NCRTCയിലേക്ക് 3 വർഷ ഡിപ്ലോമയുള്ള എല്ലാ സ്ട്രീമിൽ നിന്നുള്ള എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒപ്പം തന്നെ ഹയർ യോഗ്യത എന്ന രീതിയിൽ BTech യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുന്നത്. അതായത് 3 ഇയർ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും, ഇതേ മേഖലയിൽ നിങ്ങൾക്ക് BTech ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. മാത്രവുമല്ല, ഈ BTechുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ട്രീമിലേക്കും വേക്കൻസികൾ ഉണ്ട് എന്നതും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത്യാവശ്യം നല്ല ശമ്പളമുള്ള ഒരു സ്ഥിരതയുള്ള ജോലി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വേക്കൻസി നോട്ടീസ് നമ്പറാണ് ONM 13/2025 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വിൻഡോ ഓപ്പൺ ആക്കിയിരിക്കുന്നത് 24/3/2025 ഇനിയും ഇതിൻ്റെ വിൻഡോ ക്ലോസ് ആവുന്നത് 24/4/2025 ഇനിയും ടെൻറ്റേറ്റീവ് ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ്, അതായത് റെയിൽവേ ബോർഡ് എക്സാം പോലുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ മെയ് 2025 ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് ഈ എക്സാമിനേഷന് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24/4, അതായത് ഈ വരുന്ന 24-ാം തീയതിക്ക് മുമ്പ് അപേക്ഷിക്കണം. ഈ എക്സാമിനേഷൻ മെയ് മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് യോഗ്യതയുള്ളവരൊക്കെ ഇതിന് അപേക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. പോസ്റ്റ് കോഡ് 1 ആണ്. 22,800 മുതൽ 75,850 രൂപ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഈ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിൽ മൊത്തം പോസ്റ്റുകളുടെ എണ്ണം 16 എണ്ണമാണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. പോസ്റ്റ് കോഡ് 2 ആണ്. ഇവിടെയും വേക്കൻസി 16 എണ്ണമാണ് വന്നിരിക്കുന്നത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ഇവിടെ 3 വേക്കൻസിയാണ് മൊത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇനിയും ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ്. 4 കോഡ്, 1 വേക്കൻസി മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്സ് ആണ്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് 5 ആണ്. 4 വേക്കൻസികൾ മൊത്തമുണ്ട്. അടുത്തതായിട്ട് അസിസ്റ്റൻ്റ് HR പോലുള്ള മേഖലയാണ്. അത് സ്വാഭാവികമായിട്ടും ഇതിന് വെളിയിൽ വരുന്നതാണ്. ഇനിയും ആ ഒരു പോസ്റ്റുകളെ പറ്റി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ടെക്നിക്കലുമായി ബന്ധപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് MBA HR മുതലായ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. നമ്മൾ ഇപ്പം എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനിയും നമുക്ക് ഓരോ ക്രൈറ്റീരിയാസ് നോക്കണം, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആദ്യമായിട്ട് ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലാണ്. ഇതിൻ്റെ സാലറി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് അപേക്ഷിക്കാനുള്ള മാക്സിമം പ്രായപരിധി 25 വയസ്സാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്. എന്നാൽ SC ST OBCക്ക് നിയമാനുസൃതമായിട്ടുള്ള 5 വർഷവും ഒപ്പം തന്നെ OBCക്ക് 3 വർഷവും എക്സ് സർവീസ്മാന് അതിൻ്റേതായ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇത് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ 3 ഇയർ ഡിപ്ലോമയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഈ ഒരു യോഗ്യത കൂടാതെ നിങ്ങൾക്ക് BTech ഉണ്ടെങ്കിൽ ഹയർ യോഗ്യത വെച്ചും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്. ഇതിന് 22,800 75,850 സാലറി സ്കെയില്. മാക്സിമം ഏജ് ലിമിറ്റ് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, 25 വയസ്സാണ്. 3 വർഷ ഡിപ്ലോമയാണ് ഇതിനും. ഒപ്പം ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഹയർ യോഗ്യതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, BTech വെക്കാവുന്നതാണ്. ഇനിയും ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്.
സാലറി നേരത്തെ പറഞ്ഞ അതേ സ്ലാബ് തന്നെയാണ്. പ്രായം 25 വയസ്സാണ്. 3 ഇയർ ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. അടുത്തത് പ്രോഗ്രാം അസോസിയേറ്റ് ആണ്. അതിൻ്റെയും പ്രായം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സാലറി നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ, IT, BCA ഈ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT ഈ യോഗ്യത ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്. ഇനിയുമുള്ള 2 പോസ്റ്റ് കൂടിയുണ്ട്. അതിലൊന്ന് ജൂനിയർ മെയിൻറ്റെയിനർ എന്ന് പറയുന്നതാണ്. ജൂനിയർ മെയിൻറ്റെയിനർക്ക് അപേക്ഷിക്കുന്നതിന് പ്രായപരിധി 25 ആണ്. 18,250 മുതൽ 59,200 രൂപ വരെ സാലറി കിട്ടുന്ന പോസ്റ്റാണ്. ITIയിൽ NCVT അല്ലെങ്കിൽ ഏതെങ്കിലും SCVT സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം. ഇലക്ട്രിക്കൽ ട്രേഡിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനിയും അടുത്തത് ജൂനിയർ മെയിൻ്റനർ മെക്കാനിക്കലാണ്. ഇതിലും സാലറി 18,250 59,200 25 ഇതിലും അപേക്ഷിക്കുവാനുള്ള പ്രായം. ഇതിലും ITI NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SCVT ഉണ്ടായിരിക്കണം. ഇതിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ, ട്രേഡ് ഓർ ഇക്വലൻ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കുവാനായിട്ട് ഈ ഒരു മേഖലയിലുള്ളത്. നിയമനങ്ങൾ മുഴുവൻ സ്ഥിരതയുള്ള നിയമനമാണ്. അതായത് നിങ്ങളുടെ ഏജ് വരെ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിയമനങ്ങളാണ് വരുന്നത്. കരാറടിസ്ഥാനത്തിലൊന്നുമുള്ള നിയമനങ്ങളല്ല. ഈ ഒരു ക്ലോസ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ഹയർ ക്വാളിഫിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് എന്തുണ്ട്, ഈ പറയുന്ന വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാവുന്നതാണ്. ITI യോഗ്യത പറഞ്ഞവർക്കും നിർദ്ദിഷ്ട യോഗ്യത 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTech ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ITI യോഗ്യതയിൽ 3 ഇയർ ഡിപ്ലോമ പറഞ്ഞിരുന്നത് മിനിമം യോഗ്യതയാണ്. 3 ഇയർ ഡിപ്ലോമയ്ക്ക് മുകളിലോട്ട് BTech MTech ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. ഇത് ഓർത്തിരിക്കുക. ഇനിയും റിസർവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. OBC റിസർവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സെൻട്രൽ OBCയിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. SC ST കിട്ടണമെങ്കിലും സെൻട്രൽ ലിസ്റ്റിൽ നിങ്ങൾ നേടിയിരിക്കണം. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ വാങ്ങേണ്ടുന്ന സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഓൺഡ് ആയിരിക്കണം. കാരണം ഇത് സ്റ്റേറ്റ് ഓൺഡ് കൂടി ആയതുകൊണ്ട് പൊതുവെ അതാത് സംസ്ഥാനങ്ങളുടെ എക്സാമുകൾക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് ഉത്തർപ്രദേശോ ബീഹാറോ പോലുള്ള എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കേരളത്തിലെ OBC സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആണ്. അവിടെ നമ്മൾ ജനറലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് കൂടി ഇൻവോൾവ് ആയതുകൊണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ് കൂടി ഒരു കൺസിഡറേഷൻ ഇതിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് OBC ബെനിഫിറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാലിഡ് ഒരു ഡോക്യുമെൻ്റ് വാങ്ങി തന്നെ ഇത് അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ആദ്യമായിട്ട് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സിലബസ് NCERTCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനിയും ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് 2 ഭാഷയിലായിരിക്കും. ഒന്ന് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അതിൽ നിന്ന് ചൂസ് ചെയ്ത് എക്സാം എഴുതാവുന്നതായിരിക്കും. പിന്നീട് ഇതിന് എക്സാമിനേഷന് 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ആ 100 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസറിന് 1 മാർക്കും ഒപ്പം തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നതുമായിരിക്കും. ഇനിയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് 90 മിനിറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനിയും ടെസ്റ്റ് സെൻറ്റേഴ്സ് എവിടേക്കാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഉടനീളം ടെസ്റ്റ് സെൻറ്റേഴ്സ് ഒന്നുമില്ല. പ്രധാനമായിട്ടും ഉള്ളത് ഡൽഹി NCR, ലക്നൗ, അഹമ്മദാബാദ്, ഭോപ്പാൽ, മുംബൈ, കൊൽക്കത്ത, ഭുവനേശ്വർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ. ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി സെൻറ്ററുകൾ അനുവദിച്ചിട്ടുള്ളൂ. മെഡിക്കൽ എക്സാമിനേഷനാണ്. നിങ്ങളുടെ ഈ പോസ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അത്
സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന പോലെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, അവർ പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരിക്കും ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. അതിൻ്റെ വെനി ഇത് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അത് മാറാനും സാധ്യതയുണ്ട്. ഇനിയും പ്രൊബേഷൻ പീരീഡ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത ശേഷം 2 വർഷം ഇതിനകത്ത് കമ്പനി പോളിസി അനുസരിച്ചുള്ള പ്രൊബേഷൻ ഉണ്ടായിരിക്കും. ഇനി ഒരു ബോണ്ട് കൂടി ഇതിനകത്ത് അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 1.5 വർഷത്തിൽ കുറയാത്ത ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ ബോണ്ട് വെക്കണം. ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ഒരു ബോണ്ടും ഒപ്പം തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനും അതിന് വരുന്ന GST ഉൾപ്പെടെയുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു വ്യവസ്ഥയിൽ നിങ്ങൾ ബോണ്ട് കൂടി വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. 1.5 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോരുവാനും പറ്റുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളെ സെലക്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവിയർ കാണിക്കുകയോ ജോലി പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ കമ്പനി നിങ്ങളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതാണെന്ന് കൂടി ഇതിനകത്ത് അറിയിക്കുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ ഒരു ഗ്രേഡ് ലെവലും സാലറിയുമാണ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളത് നമുക്ക് നോക്കാം. അതിൽ ഗ്രേഡ് ലെവലാണ്. അതിൽ NE5-ന് 22,800 മുതൽ 75,850 ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് ട്രെയിനിങ് ടൈമിലും ഒപ്പം തന്നെ 2 വർഷം പ്രൊബേഷൻ ടൈമിലും നിങ്ങൾക്ക് 22,800 രൂപയായിരിക്കും NE5-ൽ കിട്ടുന്നത്. ഇനി NE4-ലേക്ക് വരികയാണെങ്കിൽ അത് 20,750 ആയിട്ട് മാറും. ഇനി NE3-ലാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് 18,250 രൂപ മാത്രമേ നിങ്ങൾക്ക് ട്രെയിനിങ് ടൈമിൽ കിട്ടുകയുള്ളൂ. ഇനിയും ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന വിൻഡോ വഴി നിങ്ങൾ അയക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്കും OBCക്കും EWS-നും എക്സ് സർവീസ് കാൻഡിഡേറ്റിനും പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 1000 രൂപയാണ്. കൂടാതെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ ചാർജും GSTയും ആപ്ലിക്കബിൾ ആവും എന്നത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 1,300 രൂപയോളം 1,300 രൂപയ്ക്കടുത്ത് ചാർജുകൾ വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയും SC ST PWD കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഇനി ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന അവസാനത്തെ ഡേറ്റ് ഒന്നുകൂടി പറയാം, 24/3/2025 ആണ്. ഇനിയും എങ്ങനെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.ncrtc.in എന്നതിൽ കയറി കരിയേഴ്സിൽ കയറിയാൽ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനെ അപേക്ഷിക്കാനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വലൻസി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുവാനുള്ള ലിങ്ക് നമ്മൾ താഴെ നൽകിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് മിക്കവാറും എല്ലാ സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വലൻസി നോക്കി നിങ്ങളുടെ സ്ട്രീം കൂടി അതിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ അപേക്ഷിക്കുക. വേക്കൻസിയുടെ എണ്ണം കുറവാണ്, നോർത്ത് ഇന്ത്യയിലാണ് എന്നതിൻ്റെ പേരിലൊന്നും അപേക്ഷിക്കാതിരിക്കരുത്. ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഒരു സ്ഥിരതയുള്ള ജോലിയാണ് നിങ്ങളെ തേടിയെത്തുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റ് കുറവാണെങ്കിലും ഗ്രാജുവലി നല്ല സാലറി ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒരു മേഖല കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളൊക്കെ എഴുതുമ്പോൾ ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ എക്സാമുകൾ എഴുതാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.